ചക്കിട്ടപ്പാറ സെന്റ് ആന്റണീസ് ഇടവക. ഒരു പറ്റം കുടിയേറ്റ ജനതയുടെ സാക്ഷാത്കാരം. ദൈവം കരുതിക്കാത്തു പരിപാലിച്ച കാനന കാഠിന്യത്തിലേക്ക്, വനഗാംഭീര്യതയിലേക്ക് കുടിയേറ്റത്തിന്റെ കാടുകയറ്റം തുടങ്ങിയ നാളുകൾ. മലബാറിന്റെ കുന്നുകൾക്കും കാടുകൾക്കും ജീവൻ പകുത്തു നൽകി ഈ ജനത ജീവിതം മുളപ്പിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വപ്നവല്ലരിയിൽ പൂത്ത മോഹപുഷ്പങ്ങൾക്ക് രമ്യമായ പുതുദർശനം കണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട ചെറുതും വലുതുമായ കൂട്ടങ്ങളെ ഈ മണ്ണ് നെഞ്ചിലേറ്റുവാങ്ങുമ്പോൾ കരുത്തായി കൂട്ടുണ്ടായിരുന്നത് കർത്താവിൻ്റെ കാരുണ്യം മാത്രമായിരുന്നു. ഈ കാട് നാടായി. ഇവരിവിടെ സ്വപ്നങ്ങൾ വിതച്ച് സ്വർഗം കൊയ്തു. സ്വർഗീയ അനുഭൂതിയുടെ ആത്മീയത അന്തരീക്ഷത്തിൽ നിറയ്ക്കുവാൻ ഇവർ കൂടാരമൊരുക്കി. ആത്മീയതയുടെ ഈ കൂടാരത്തിൽ നിന്നും ഇന്ന് ശാന്തിയുടെ, സമാധാനത്തിന്റെ ദൂതുമായി ഈ ഇടയൻ കർമ്മനിരതനാകും. നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിലൂടെ തന്നെ ഒത്തിരിയേറെ വളർച്ച ഉണ്ടായതായിട്ട് ശരിക്കും അനുഭവപ്പെടുന്ന ആൾക്കാരെല്ലാവരും പറയാൻ തുടങ്ങി. അപ്പം ഞാൻ അതിനോടുകൂടി ചെയ്തൊരു കാര്യം, നമ്മുടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് മുമ്പ് ഒരു അരമണിക്കൂർ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കും. എഴുന്നള്ളിച്ച് വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നുമില്ല, എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഞാൻ കുമ്പസാരക്കൂട്ടിലിരിക്കും. അപ്പോൾ കുമ്പസാരിക്കേണ്ടവർ നേരത്തെ കുമ്പസാരിക്കും. അങ്ങനെ ആദ്യമൊക്കെ ആൾ കുറവായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നിരുന്ന് പ്രാർത്ഥിക്കാൻ, അതായത് ഏകാന്തതയോട് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങി വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയത്. അങ്ങനെ കുറേ പേര് അങ്ങനെ വരാൻ തുടങ്ങി. ഇട ദിവസങ്ങളിലും ശനിയാഴ്ച ഞായറാഴ്ച ഒരു 3/4 മണിക്കൂർ അങ്ങനെ ആരാധന എടുത്തു വെക്കും. ആ സമയത്ത് കുമ്പസാരിപ്പിക്കാനിരിക്കും. ഇട ദിവസങ്ങളാണെങ്കിൽ ഒരു അരമണിക്കൂർ. അങ്ങനെ ആൾക്കാർ നന്നായിട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ ഇട ദിവസങ്ങളിലാണെങ്കിലും ആൾക്കാരുടെ സാന്നിധ്യം വളരെ സജീവമായിട്ട് കടന്നു വരുന്നു. അതുപോലെ നമ്മുടെ ഇടവയെക്കുറിച്ച് പറയുമ്പോൾ കൈക്കാരന്മാരാണെങ്കിലും കമ്മിറ്റിക്കാരാണെങ്കിലും നല്ല സജീവമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഒരുമയോടുകൂടി. ഇപ്പോൾ കൈക്കാരന്മാർ 4 പേരുമാണെങ്കിലും വളരെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രത്യേകിച്ച് ഒരാൾക്ക് ചാർജ്, ഇപ്പോൾ കണക്കെഴുതാനായിട്ട് ഒരാളെന്നല്ലാതെ എല്ലാ കാര്യങ്ങളും അവർ 4 പേര്, കൈക്കാരന്മാർ 4 പേര് ഒരുമിച്ചാണ്. അതിപ്പോൾ ഈ വർഷമാണെങ്കിലും കഴിഞ്ഞ വർഷമാണ്, അതിന് മുമ്പത്തെ വർഷമാണെങ്കിലും ഒക്കെ അങ്ങനെ നല്ലൊരു കൈക്കാരന്മാരുടെ ഒരു കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് അവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് ചെയ്യാൻ സാധിക്കുമല്ലോ. അതുപോലെ കമ്മിറ്റിക്കാരാണെങ്കിലും നമ്മൾ പള്ളി ക്ലീൻ ചെയ്യുന്ന അടക്കം കമ്മിറ്റിക്കാരാണ്. ഒരു 2 മാസത്തിലൊരിക്കൽ നമ്മൾ പള്ളി മൊത്തം ക്ലീൻ ചെയ്യും. ഇപ്പോൾ കമ്മിറ്റിക്ക് മുമ്പ് 2 മണിക്കൂർ മുമ്പ് പള്ളി എല്ലാവരും നേരത്തെ 2 മണിയാകുമ്പോൾ വരും. അല്ല ശനിയാഴ്ചകൾ രണ്ടാം ശനിയാഴ്ചകളാണ് നമ്മളിവിടെ കമ്മിറ്റി കൂടുന്നത്, സാധാരണ മാസിക കമ്മിറ്റികൾ. അപ്പോൾ 2 മണിക്ക് അവരെത്തും. അങ്ങനെ അവരെത്തിക്കഴിഞ്ഞ് ആദ്യം പള്ളി ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞ് 4 മണിക്ക് നമ്മൾ കമ്മിറ്റി കൂടി അവസാനിപ്പിച്ചു പോകും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവം, എല്ലാ സംഘടനകളും സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോഴൊരു ഈ നൊവേന ഇതുപോലെ സജീവമായതോടൊപ്പം തന്നെ ഇടവകയും അതുപോലെ നന്നായിട്ട് ആത്മീയമായിട്ട് ഉണർന്നു. അതുപോലെ കുർബാന സ്വീകരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒത്തിരിയേറെ പുരോഗതിയുണ്ട്. അപ്പോൾ ഇടദിവസം പള്ളി വരുന്ന എല്ലാവരും തന്നെ കുർബാന സ്വീകരിക്കുന്ന, അതുപോലെ ഒരു സംസാരിച്ചവരെയും കുർബാന സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത് ഞായറാഴ്ചയാണെങ്കിൽ ഇപ്പം 2 ആഴ്ചയായിട്ടാണെങ്കിലും വെച്ച് കാണുന്നുണ്ടല്ലോ. ഞായറാഴ്ചയാണെങ്കിൽ അതുപോലെ നമ്മൾ 5 പേരോളം, ചിലപ്പോൾ 6 പേരോളം രാവിലത്തെ കുർബാനയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഡബിൾ സ്പീഡ്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സജീവമായിട്ട് ഇടവകയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
നയിച്ചിടുകെന്നെ യേശു മഹേശ മമ ഹൃദയം നിൻ തിരുസദനം. നയിച്ചിടുകെന്നെ യേശു മഹേശ മമ ഹൃദയം നിൻ തിരുസദനം. മമ ഹൃദയം നിൻ തിരുസദനം. തിരുപ്രഭയേകു തുണയെനിക്കരുളു. നയിച്ചിടുകെന്നെ യേശു മഹേശ മമ ഹൃദയം നിൻ തിരുസദനം. മമ ഹൃദയം നിൻ തിരുസദനം. നിൻ മധുമൊഴികൾ അരികിലുണ്ടെന്നും അഴലിലെന്നാശ്വാസമായി സുഹൃതമാം സംഗീതമായി. നിൻ മധുമൊഴികൾ അരികിലുണ്ടെന്നും അഴലിലെന്നാശ്വാസമായി സുഹൃതമാം സംഗീതമായി. നിൻ തിരുമിഴികൾ കരുണയാലെന്നും കടാക്ഷിക്കും നീ ദാസനേ. നിൻ തിരുമിഴികൾ കരുണയാലെന്നും കടാക്ഷിക്കും നീ ദാസനേ. മമ ഹൃദയം നിൻ തിരുസദനം. sa 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 ni sa ri ma ri ma pa ni sa 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 ni sa ri ma ri sa ni pa ma pa ni sa ni pa ma ri ma pa ni sa ni pa ma ri sa ni ri sa. നിൻ വലം കരമെൻ കൂടെയുണ്ടെന്നും പാരിലി പാതയതിൽ ദിനവും സ്നേഹമാം പാലകനായി. നിൻ വലം കരമെൻ കൂടെയുണ്ടെന്നും പാരിലി പാതയതിൽ ദിനവും സ്നേഹമാം പാലകനായി. ഈ തിരുബന്ധം ജയത്തോടെ എന്നും നടത്തിടും നീ ദാസനേ. ഈ തിരുബന്ധം ജയത്തോടെ എന്നും നടത്തിടും നീ ദാസനേ. ഗമപ ഗാമരി ഗമ സാരി നി സരി നി സദനി സ പദനി മ പദനി സരി ഗ. മ പദ മ പദനി ദ ധനി സനി രി ഗ ഗരി മ ഗ പ മ ഗരി സനി ദ പ മ പ. പദനി സരി ഗ മ പദനി സരി ഗമ പദനി സ സരി ഗമ പദ ഗ പ മ ഗരി സരി ഗമ സരി ഗമ പദ മ പദനി സരി ഗരി
സസരി നിനി സദനി പപദ മപദനി സരി ഗരി സനിദ സനീദ പമദ പാമഗരി മമ ഹൃദയം നിൻ തിരുസദനം തിരുപ്രഭയേകു തുണയെനിക്കരുളു നയിച്ചിടുകെന്നെ യേശു മഹേശ മമ ഹൃദയം നിൻ തിരുസദനം മമ ഹൃദയം നിൻ തിരുസദനം ചക്കിട്ടപ്പാറ സെൻറ് ആൻ്റണീസ് ദേവാലയത്തിൽ മാതൃവേദി ആരംഭിച്ചത് 1993 ബഹുമാനപ്പെട്ട അന്നത്തെ വികാരിയായിരുന്ന ജേക്കബ് പുത്തമ്പരയുടെ കാലത്താണ് മാതൃവേദി ഇവിടെ സ്ഥാപിതമായത്. അന്ന് 16 അംഗങ്ങളോടുകൂടിയാണ് മാതൃവേദി ആരംഭിച്ചത്. പിന്നീട് അത് 30 അംഗങ്ങളോളമായി. ഇന്ന് ബഹുമാനപ്പെട്ട ഡയറക്ടർ കൂനാനിയച്ചൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി മാതൃവേദി പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ നടന്നു വരുന്നു. മാതൃവേദിയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ചയിൽ ഞങ്ങൾ ഇടവക ദേവാലയത്തിൻ്റെ പരിസരവും അതുപോലെ സെമിത്തേരിയും വൃത്തിയാക്കുന്നതിൽ വളരെ ഉത്സാഹത്തോടു കൂടി എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ മാതൃവേദിയിൽ അംഗങ്ങളായിരിക്കുന്ന ആളുകളുടെ വിവാഹ വാർഷികം അതുപോലെ വിവാഹം മുതലായ കാര്യങ്ങളിൽ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. കൂടാതെ മാതൃവേദിയുടെ ഫണ്ടിൽ നിന്നും രോഗികൾക്ക് കഴിയുന്ന സാമ്പത്തിക സഹായം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ മാതൃവേദിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി കുട്ടിയമ്മ ഇരിപ്പക്കാട്ട് ബ്ലഡ് ക്യാൻസറായിട്ട് ചികിത്സയിലാണ്. ഞങ്ങൾ കഴിയുന്ന സഹായം അവർക്ക് നൽകുകയുണ്ടായി. കൂടാതെ താമരശ്ശേരി രൂപതയുടെ ആത്മീയ കേന്ദ്രമായ ബഥാനിയായിൽ അഖണ്ഡ ജപമാല എല്ലാ വർഷവുമുണ്ട്. ഈ ജപമാലയിൽ ഒരു ദിവസം എല്ലാ വർഷവും ഞങ്ങൾ ഒരു ദിവസം പൂർണ്ണമായി ജപമാലയിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു വരാറുണ്ട്. അതുപോലെ ഇടവകയിലെ മറ്റു കാര്യങ്ങളിൽ തിരുനാൾ അതുപോലെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുമ്പോൾ മാതൃസംഘ അംഗങ്ങൾ വളരെ സജീവമായി തന്നെ എല്ലാത്തിലും സംബന്ധിക്കുന്നുണ്ട്. നീലാകാശത്തോടെ തൂവൻ മേഘത്തേരിൽ ആഗതനാകും മിശിഹാനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശന് ജയഗീതം പാടാം. കരഘോഷത്താൽ കിന്നര വീണകളാ സ്തുതിവചനത്താൽ തിരുഗീതികളാ സൈന്യങ്ങൾ തന്നാദന നിത്യം കീർത്തനമേകിടാം. നീലാകാശത്തോടെ തൂവൻ മേഘത്തേരിൽ
നൊമ്പരമേ വാനോട് തിങ്ങും താരകളെ വാർമഴവില്ലേ മിന്നൊളിയാൽ പുഞ്ചിരി തൂകും പൊന്നും കതിരവനെ കാട്ടാറുകളെ കളകളമോതും അരുവികളെ പൂങ്കുരുവികളെ പാഴികളെ ചിന്നിച്ചിതറും പൂത്തിരമാലകളെ വാഴ്ത്തിപ്പാടിടുവിൻ കാഹളമോതിടുവിൻ സുരഭില ഗീതികളാ ഒന്നായി ചേർന്നിടുവിൻ ഉന്നതനീശൻ നിത്യമഹോന്നതനേശു മഹേശ്വരവൻ മണ്ണിൽ മാനവരക്ഷയൊരുക്കാൻ ജീവൻ നൽകിയവൻ നീലാകാശക്കോണിൽ തൂവൻ മേഘത്തേറി ആഗതനാകും വിശുവാനാഥൻ സുരഗീതം പാടാം ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശന് ജയഗീതം പാടാം പർവ്വതനിരയെ കണ്ണുകൾ ചിന്തും പൂവുകളെ പൂമ്പാറ്റകളെ തെളിവാനിൽ പാറി നടക്കും കുഞ്ഞിപ്പറവകളെ ഭൂവാസികളെ മഞ്ഞണി വയലെ പകലുകളെ പൂപ്പുലരികളെ പൂമഞ്ഞിൽ കൂടെ നടക്കും കാറ്റിൽ പൂങ്കുളിരെ ആരാധിച്ചിടുവിൻ പാടി നമിച്ചിടുവിൻ തിരുമൊഴി കേട്ടിടുവാൻ കാതുകളോർത്തിടുവിൻ എന്നും നമ്മെ കാത്തുഭരിക്കും പാലകനവനല്ലോ സത്യവെളിച്ചം പകരാൻ വഴിയിൽ വചന വിളക്കല്ലോ മേലാകാശക്കോണിൽ തൂവൻ മേഘത്തേറിൽ ആഗതനാകും വിശുവാനാഥന് സുരഗീതം പാടാം ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശന് ജയഗീതം പാടാം കരഘോഷത്താൽ കിന്നര വീണകളാ സ്തുതിവചനത്താൽ തിരുഗീതികളാ സൈന്യങ്ങൾ തന്നാദന നിത്യം കീർത്തനമേകിടാം നീലാകാശക്കോണിൽ തൂവൻ മേഘത്തേറി ആഗതനാകും വിശുവാനാഥന് സുരഗീതം പാടാം ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശന് ജയഗീതം പാടാം. ഇവിടുത്തെ പ്രവർത്തനം ഈ പള്ളിയുടെ തുടക്കം മുതൽ 93 മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പരേതനായ ശ്രീമാൻ ജോസഫ് നെല്ലാനിയാണ് ഇവിടെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ പ്രേരണ നൽകിയെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. തെക്കിട്ടുപാറ കോൺഫറൻസിൽ ഇന്ന് സജീവമായി പ്രവർത്തിക്കുന്ന 9 അംഗങ്ങളും ഒട്ടേറെ സഹായ അംഗങ്ങളുണ്ട്. ഇടവകങ്ങൾ മുഴുവൻ തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് ഓരോ വിധത്തിലും സഹായം നൽകുന്നുണ്ട്. ഞങ്ങളുടെ മുഖ്യ വരുമാന മാർഗം ഇന്ന് ശവപ്പെട്ടി നിർമ്മാണമാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ഓരോ മെമ്പേഴ്സും രാത്രിയിലും പകലും മെനക്കെട്ട് മുരിക്കും മറ്റു മരങ്ങളും വെട്ടി പെട്ടി ഉണ്ടാക്കുവാൻ. പക്ഷേ അസംസ്കൃത വസ്തുക്കളുടെ ദൗർബല്യം മൂലം ഇപ്പോൾ ഞങ്ങൾ പെട്ടി, അങ്കമാലി, ആലക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയാണ്. അതാണ് ഞങ്ങളുടെ മുഖ്യ വരുമാനം. ട്വിന്നിങ് ആയിട്ടും ഞങ്ങൾക്ക് പൈസ ലഭിക്കുന്നത് ഏതാണ്ട് 3000 രൂപയോളം അടക്കം ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ക്രമേണ അത് നിന്നു പോകുന്ന സാഹചര്യമാണുള്ളത്. കാരണം സാമ്പത്തികമായിട്ട് ഇന്ത്യ, കേരളം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിദേശ രാജ്യങ്ങൾക്ക് ധാരണയുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്നൽ ട്വിന്നിങ്ങും നടത്തുന്നുണ്ട്. മറ്റു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കോൺഫറൻസുകൾക്ക് ഞങ്ങളുടെ കോൺഫറൻസിൽ നിന്നും സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും രോഗീ പരിചരണ രംഗത്തും ഞങ്ങളുടെ കോൺഫറൻസ് വളരെയേറെ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 10ഓളം വിദ്യാർത്ഥികളെ വിവിധ തുറകളിൽ, പ്രത്യേകിച്ച് നേഴ്സിംഗ് തുടങ്ങിയ മെഡിക്കൽ സെക്ഷനുകളിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്.
അതുപോലെ ചക്കിട്ടപ്പാറ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വീടില്ലാത്ത ഒരു സ്വന്തമായ വീടില്ലാത്ത ഒരു കുടുംബവും ഇന്നുണ്ടോ എന്ന് തോന്നുന്നില്ല. ഒട്ടേറെ വീടുകൾ നിർമ്മിച്ച് നൽകിയത് ചക്കിട്ടപ്പാറത്തെ വിൻസെൻ്റ് ഡി പോൾ പ്രവർത്തകരാണ്. ആദിമുതൽക്കേ ഊഴിയിൽ നിറയുന്ന ആരോരുമറിയാത്ത പാഴ്മുളം കണ്ടാമിന്നെ പുല്ലാങ്കുഴലാക്കി മാറ്റിയ സ്നേഹമേ. 52 മാല്യംകരയിലെ കപ്പലിറങ്ങിയവൻ അങ്ങു ഭരിച്ചൊര ഗുണ്ടഫറാജിന്റെ മിത്രമായി മാറിയല്ലോ.